ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി മുട്ടയും ചക്കക്കുരുവും മുരിങ്ങയ്ക്കയും കൊണ്ടുള്ള അവിയലാണ്. അതിനായി ഞാൻ കുറച്ച് ചക്കക്കുരു രണ്ടായി കീറിയെടുത്തിട്ടുണ്ട്. 3 മുരിങ്ങയ്ക്ക 2 ഇഞ്ച് നീളത്തിൽ മുറിച്ചത്, നടുകെ മുറിച്ചത്. വലിയ 2 കഷ്ണം വെളുത്തുള്ളി, ചെറുതാണെങ്കിൽ 3 എടുക്കണം. 1/2 കപ്പ് തിരുമിയ തേങ്ങ, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 പച്ചമുളക്. ചേരുവകളെല്ലാം കൂടി അവിയലിന് പാകമായി അരച്ചെടുക്കുക. 1 അല്ലി കറിവേപ്പിലയുടെ ഇട്ട് കൊടുക്കുക. ചക്കക്കുരു വേവിക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഞാനിവിടെ 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അടുപ്പത്ത് വേവാൻ വയ്ക്കുക. മൂടി വേവിക്കുക. 1/4 ഭാഗം വേവാകുമ്പോൾ മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കുക. അതിനുശേഷം അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അടച്ച് വേവിക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണേ. മുരിങ്ങയ്ക്കായി 1/4 ഭാഗം വേകുമ്പോൾ മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര മുട്ട വേണമെങ്കിലും ചേർക്കാം. അതിനുശേഷം മൂടി വേവിക്കുക. മുട്ട അരപരുവമാകുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാതെ നോക്കുക. ഇളക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, മുട്ട പൊടിയാതെ ശ്രദ്ധിക്കുക. അവിയലിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അവിയൽ റെഡി ആയിട്ടുണ്ട്. താളിക്കാൻ ആവശ്യമായി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ കടുക്, 3 വറ്റൽമുളക്, 3 ചെറിയ ഉള്ളി, 2 അല്ലി കറിവേപ്പില എല്ലാം കൂടെ ചേർത്ത് താളിച്ച് വയ്ക്കുക. ചക്കക്കുരു മുട്ട മുരിങ്ങയ്ക്ക അവിയൽ റെഡി. ഞാൻ അപ്ലോഡ് ചെയ്ത ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻ്റായി അയയ്ക്കുക. ഇതിന് നല്ലൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം. ബൈ.